അതായത് നമ്മൾ പരസ്യം കണ്ടെങ്കിൽ നമ്മളെ ഷോറൂമിൻ്റെ മുന്നിലൊക്കെ നമുക്ക് ഈ സാധനത്തിൻ്റെ പരസ്യം ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത് വരുന്നുണ്ടെങ്കിൽ സംഭവം നമ്മൾ വലിയ LED സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തതുണ്ട് ചെയ്യലില്ലേ, അതിന് പകരം നമുക്ക് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ മതി. നമ്മൾ ലൈവിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങനെ വ്യൂവിൽ കിട്ടും നമുക്ക്. അപ്പോൾ ബ്ലൂടൂത്തിൽ കണക്ട് ആയിട്ടോ കണ്ടോ, ആ ബ്ലൂടൂത്ത് സ്പീക്കറിലാണ് നമ്മൾ മീൻസ് നമുക്കൊരു സിനിമ ഒക്കെ ഒരു മെമ്മറി കാർഡിൽ സിനിമ ഇടുക എന്ന് വെച്ചോളൂ നിങ്ങൾ. ആ സിനിമ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തും നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അതായത് ഇതാണ് ചൈനയുടെ ഗ്രാമം. ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പച്ചപ്പും കിച്ചപ്പും ഒന്നും കാണൂല. അപ്പം നമ്മൾ വലിയൊരു LED സ്ക്രീൻ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ LED-ൻ്റെ എല്ലാ വർക്കും ഇതിൽ വരും. ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇങ്ങനെ ഉണ്ടാവുക ഓരോ സ്റ്റാൻഡിൽ നമുക്ക് ഇതാ ഫാനൊക്കെ കൊണ്ടുപോയി വെക്കുന്ന മാതിരി ഇതേപോലെ സാധനത്തിന് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഒരു മെട്രോ സ്റ്റേഷനിൽ ഇത്രയും സെറ്റപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണമാണെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു പിക്ചർ സെറ്റ് ചെയ്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്തും സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇല്ലേ? ഇന്ന് നമ്മൾ ചൈനയിലെ പുതിയൊരു ഫാക്ടറിയിലേക്ക് ഒരു വിസിറ്റിന് പോവാണ്. പുതിയ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഐറ്റം കേട്ടോ. അത് കാണിക്കാൻ പോവാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓൾറെഡി ഒരു ഓർഡറൊക്കെ കൺഫേം ആക്കിയതാണ്, അതിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചൈനയിലെ ഫാക്ടറി വിസിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. പൊളിനെ ഓക്കെ. അപ്പൊ നമ്മള് പോകുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മളിപ്പോ പറയണോ? ചെറിയൊരു ഇൻട്രോ കൊടുത്തോ. അതെ, നമ്മളിപ്പോൾ പോകുന്നത് ഡിസ്പ്ലേ ഫാൻ ഫാക്ടറിയിലേക്കാണ്. അതായത് നമുക്ക് 3D ഹോളോഗ്രാഫിക് എന്ന് പറയും. ആ സാധനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ? അതെ, നമ്മളെ വ്യൂവേഴ്സിന് നമുക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം ചൈനൻ്റെ. എന്താ എൻ്റെ അഭിപ്രായം? അതെ, തീർച്ചയായും. നമ്മൾ ഓരോ കൂടെ കട്ടക്കല്ലേ? കട്ടയ്ക്ക്. ഓക്കെ, അപ്പം നാളെ നമ്മൾ പോകട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയതാട്ടോ. കോളിനാണ് അതിൻ്റെ സെക്യൂരിറ്റി കണ്ടില്ല നിൽക്കുന്നുണ്ടോ? മിലിറ്ററീൻ്റെ ആരോ ഒക്കെ നിൽക്കുന്ന മാതിരി സെക്യൂരിറ്റി, മെട്രോൻ്റെ സെക്യൂരിറ്റി നിൽക്കുന്ന മാതിരി കേട്ടോ നിൽക്കുന്ന ആൾ കണ്ടോ? കണ്ടില്ലേ നിങ്ങൾ? സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാട്ടോ. നമ്മളൊന്ന് മാറിക്കയറണം. അപ്പോൾ വന്ന ട്രെയിൻ ഇതാണ്. ഈ ട്രെയിനിൽ നിന്ന് നമുക്കൊന്ന് മാറിക്കയറാനുണ്ട് അടുത്ത ട്രെയിനിലേക്ക്. അത് നമ്മളിങ്ങനെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ലൈനിലേക്ക് കയറുക ചെയ്യാം. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ലൈൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്, 14, 5. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് 5-ൽ വന്നിട്ട് 14-ലേക്ക് മാറാൻ പോകട്ടോ. ഇതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ജാങ്ഷ്യ നോർത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കേട്ടോ. ഈ സ്റ്റേഷൻ്റെ ഡിക്കോർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ഇത് പല ഭാഗം, ഒരു വലിയ മെട്രോ സ്റ്റേഷനാണ്, പുതിയതായിട്ട് വന്നതാണ്. ഇത് ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും ഇവിടെ നിന്ന് ബുള്ളറ്റ് ട്രെയിനിലേക്കുള്ള എൻട്രൻസും ഒക്കെ ഉള്ള ഒരു പുതിയ സ്റ്റേഷനാണ്. സ്റ്റേഷൻ മൊത്തത്തിൽ തന്നെ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. കണ്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ടായി പോകും. കണ്ടോ, ഒരു മെട്രോ സ്റ്റേഷനിൽ ഇത്രയും സെറ്റപ്പ് കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഡിക്കോർ വേറെ, ഇതിൻ്റെ ഡിക്കോറിനെക്കാളൊക്കെ വലുത് അതൊരു ട്രാക്ക്, മെട്രോൻ്റെ അപ്പുറം ഒരു ട്രാക്ക് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഒരു ട്രാക്ക് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ട്രാക്കുകൾ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ലൈനിൻ്റെ കണക്ഷൻസും മെട്രോയിലേക്ക് പോകാനുള്ളത്, പിന്നെ സാധാ ട്രെയിനിലേക്ക് പോകാനുള്ളത്, മറ്റേ അതേപോലെ നമ്മളെ എയർപോർട്ട്, അങ്ങനെ വേറെ കണക്ടിവിറ്റി, നമുക്ക് നാഷണൽ ഇൻ്റർനാഷണൽ കണക്ടിവിറ്റിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. പല പല പ്രത്യേകതകളുണ്ട്. നമ്മളെ വേറൊരാളും കൂടി കൂട്ടി പോകാനുണ്ട് നമുക്ക്. ആ ഫാക്ടറി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വേറൊരു പുതിയ ഓർഡറിന് വേണ്ടിയിട്ട് ഫാക്ടറി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടി കൂട്ടാനുണ്ട്. ആ ആളെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ 3 ആളും കൂടിയാണ് ഫാക്ടറി വിസിറ്റ്. നൗഷാദ് ഭായ്, എന്താണ് ചൈന അടിക്കേണ്ടത്? ചൈന ഇക്കുമാൻ്റെ ട്രാവലിംഗ് ബ്ലോഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം യൂറോപ്പിൽ കഴിഞ്ഞ ദിവസം പോയത് കണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കൊണ്ടെടുക്കണം എന്ന് പറയുമോ? അത് അവർ നോക്കിക്കോളും. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് നോക്കിക്കോളും. സുഹൃത്തുക്കളെ, നമ്മളെ ഫാക്ടറിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഡി ഗേറ്റ് ഹോങ്സിങ് സ്റ്റേഷൻ, ഇതാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ടറിൻ്റെ ഏരിയയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ആ സിറ്റി ഏരിയയിൽ നിന്ന് അങ്ങോട്ട് മാറിയത് കണ്ടങ്ങൾ. അതായത് ഇതാണ് ചൈനയുടെ ഗ്രാമം. ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പച്ചപ്പും കിച്ചപ്പും ഒന്നും കാണൂല. ശരിക്കുള്ളൊരു ഗ്രാമമാണ്. പക്ഷേ
ഫാക്ടറികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ബിൽഡിങ്ങും ആളും താരവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ചൈനൻ്റെ ഒരു എന്താ പറയുക റൂറൽ ഏരിയ ഇതാണ് കേട്ടോ. ഇവിടാണ് ഫാക്ടറി, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ഫാക്ടറികൾ ഞാൻ കാണിച്ച സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഫാക്ടറികൾ ഉണ്ടാവും. ഫാക്ടറിക്ക് ഇതാ വലിയൊരു പേര് ബോർഡൊക്കെ ഉണ്ടാവും. ഫാക്ടറി ഇങ്ങനെ ഒരു ബിൽഡിങ്, ഇതിങ്ങനെ ബാക്കൗട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് വർക്കേഴ്സ് വർക്കിംഗ് സ്റ്റേ എല്ലാം ഉണ്ടാവുക. ഇത് പുറത്തത്തെ സൗകര്യം കണ്ടെങ്കിൽ റോഡ് സൗകര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് പുതിയൊരു ഏരിയ കേട്ടോ. ഫാക്ടറീസിൻ്റെ പുതിയൊരു ഏരിയ ആണ്, മുമ്പുണ്ടായിരുന്ന ഫാക്ടറീസ് അല്ല, ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടറീൻ്റെ ആളെടുത്ത് എത്തിയിട്ടോ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഫാക്ടറി, നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്ന ഫാക്ടറിയാണ്. ഇതൊരു ഉള്ളിലെത്തിയിട്ടേ ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞു തരുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറീൻ്റെ ഓഫീസിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓഫീസിൽ അവരിതാ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സ്വീകരിക്കും. ഇതാണ് ഐറ്റം. ഓക്കെ, ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ പല ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ ബാക്കിൽ പറഞ്ഞുതരും. എങ്ങനെയുണ്ട് കാണാനില്ലേ? ഐറ്റംസ് അല്ലേ? ഇത് ഫാനാണ് കേട്ടോ, ഫാനാണ്. അപ്പം നമ്മളെ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LED ലൈറ്റ്സിൻ്റെ ഡിസൈൻസാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പല പിക്ചേഴ്സും വെക്കൂലേ, അതിന് പകരം ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ മതി. ഈ സാധനം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പിക്ചേഴ്സ് വരും. ഇതൊന്നുകൂടി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇങ്ങനെ ഉണ്ടാവുക ഓരോ സ്റ്റാൻഡിൽ നമുക്ക് ഇതാ ഫാനൊക്കെ കൊണ്ടുപോയി വെക്കുന്ന മാതിരി ഇതേപോലെ സാധനത്തിന് കൊണ്ടുപോയി വെക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഈ സാധനം പിന്നെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടെക്നോളജിയും പുതിയതും മനസ്സിലാവുക കേട്ടോ. ഇതിൻ്റെ മുന്നിൽ അത് ആൾക്കാർക്ക് കൈ തട്ടിപ്പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസും വെക്കും. ഇതവിടെ കണ്ടില്ല നിങ്ങൾ? ഇതേപോലെയുള്ള. പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. നമുക്ക് പിക്ചേഴ്സ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, പുതിയ പിക്ചേഴ്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കണ്ട സാധനങ്ങളാട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. ഈ സാധനങ്ങളാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇത് വൈഫൈയിൽ വർക്ക് ചെയ്യും, ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യും, ഒക്കെ വർക്ക് ചെയ്യും. ഇത് ഗ്ലാസ് എന്തിനാണ് ഇതിൻ്റെ മുന്നിൽ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയിം ബോർഡിന് കാര്യങ്ങൾക്കൊക്കെ വെക്കുമ്പോൾ ഈ സാധനം എന്തെങ്കിലും നമ്മൾ കൈ തട്ടുകയോ അല്ലെങ്കിൽ പക്ഷികളോ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പോകുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് ഈ ഗ്ലാസ്, സെക്യൂരിറ്റി ഗ്ലാസ് കേട്ടോ. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കണ്ടില്ല നിങ്ങൾ? കാറിൻ്റെതൊക്കെ ഇത് കാറായി പിക്ചർ, ഇത് പിക്ചർ നമുക്ക് ആഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് പിക്ചറൊക്കെ ചെയ്യാതാണ്, പല പിക്ചേഴ്സും ആക്കി മാറ്റാം. അപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഷോറൂമിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ എന്ത് പരിപാടിക്കും, ഇപ്പോൾ കല്യാണമാണെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു പിക്ചർ സെറ്റ് ചെയ്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്തും സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. വൈഫൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താനും പറ്റും. ചൈന വീണ്ടും നമ്മളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഡീറ്റെയിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ടെസ്റ്റിംഗ് കാണിച്ചു തരാണ്. ഒരു രക്ഷയില്ലല്ലേ? എങ്ങനെയുണ്ട്? ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനും എടുക്കാനും ഉണ്ട് വീഡിയോ. നിങ്ങളുടെ കൂടെ നിന്നോളി. ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അതേപോലെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. എന്തെങ്കിലും തിരിയാത്ത ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റും ചെയ്താൽ മതി. എല്ലാം ചൈനയിൽ പുതിയത് ഇറങ്ങുന്നതൊക്കെ ചൈനൻ്റെ എല്ലാ വിവരങ്ങളും നമ്മൾ ചാനലിൽ ഉഷാറാക്കും. ഷൂവിൻ്റെ പരസ്യമാണ്, ഷൂവിൻ്റെ പരസ്യം. ഇതേപോലെ എന്തും നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. ഇത് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പിക്ചറിൻ്റെ ലുക്കും ലോങ് വ്യൂ ഒക്കെ അടിപൊളിയാവും കേട്ടോ. ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു അല്ലെ വീഡിയോ എടുത്തു, അത് അതേപടി സ്പോട്ടിൽ നമുക്ക് ഇതിലേക്ക് വൈഫൈ ത്രൂവിൽ കാണിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പം നമ്മൾ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നിക്കാഹോ അങ്ങനത്തെ കാര്യങ്ങൾ പല പരിപാടികളുണ്ടാവുമല്ലോ നമ്മൾ സ്റ്റേജിൽ, ആ പരിപാടികളൊക്കെ അവിടെ നടക്കുമ്പോൾ ഈ സാധനപ്പുറം നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വ്യൂ കിട്ടും. എങ്ങനെയുണ്ട്? അപ്പം ലൈറ്റ് കത്തിട്ടോ പ്ലേ ചെയ്യാൻ പോവാണേ അവർ ഓൾറെഡി. അത് നമ്മളെ മൊബൈലിൽ ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്തതാണ് ഇവരിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് നേരെ അതിൽ വ്യൂ കിട്ടും. ഓക്കെ, ഇത് ഫോട്ടോഗ്രാഫിൻ്റെ വേറൊരു കാര്യം കൂടി പറയാൻ പോകാം കേട്ടോ. ലൈവ് ഉണ്ട്. നമ്മളെ വീഡിയോ നമ്മൾ വൈഫൈ ത്രൂവിലുള്ളത് മാത്രമല്ല, ഫോട്ടോസും ലൈവും നമ്മൾ ലൈവിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങനെ വ്യൂവിൽ കിട്ടും. നമുക്ക് ലൈവും ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഇതുവരെ കാണിച്ച ആ ബ്ലാക്ക് ഇതാണ് കേട്ടോ സംഭവം കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കണ്ടങ്ങൾ ഏതിലേക്ക് വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്യാം റിമോട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വലിയൊരു LED സ്ക്രീൻ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ LED-ൻ്റെ എല്ലാ വർക്കും ഇതിൽ വരും. അടിച്ചു പൊളിച്ചില്ലേ? എന്താ ഇനി വേണ്ടിയത് നമുക്ക്? കാറിൻ്റെ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ നമ്മൾ സെറ്റ് ചെയ്തത് ആ സെറ്റ് ചെയ്തതാണ് അതിൽ വരിക സ്ക്രീൻ. അതായത് നമ്മൾ പരസ്യം കണ്ടെങ്കിൽ നമ്മളെ ഷോറൂമിൻ്റെ മുന്നിലൊക്കെ നമുക്ക് ഈ സാധനത്തിൻ്റെ പരസ്യം ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷോറൂംസിനൊക്കെ എന്ത് പ്രോഡക്റ്റ് സംഭവം നമ്മൾ വലിയ LED സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തതുണ്ട് ചെയ്യലില്ലേ, അതിന് പകരം നമുക്ക് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇതിൽ നമ്മളെ പരസ്യങ്ങളും വോയിസ് എല്ലാം വരും. സ്പീക്കറൊക്കെ കേട്ടില്ല നിങ്ങൾ? എല്ലാ ഡീറ്റെയിൽസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ എല്ലാം അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ വാറണ്ടി, ടെക്നിക്കൽ, വാട്ടർ പ്രൂഫ്, വർക്കിംഗ് രീതികൾ ഒക്കെ അറിയണ്ടേ? ഒക്കെ ഡീറ്റെയിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഡീറ്റെയിലായിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതിൽ തന്നെ നമ്മളിപ്പോൾ നെയിം ബോർഡൊക്കെ പുറത്തേക്കൊക്കെ വെക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പിക്ചേഴ്സോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ ഈ സൈഡും ഉണ്ട്. ഇതിനെ കണ്ടോ, ഒരു ബോർഡ് ഇപ്പം നമ്മൾ സൈഡ് ബോർഡ് വെക്കാമെന്ന് വെച്ചോളി. സൈഡ് ബോർഡ് വെക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡും വ്യൂ കിട്ടും. ഒരേ സംഗതി രണ്ട് സൈഡും വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇത് വാട്ടർ പ്രൂഫ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നെയിം ബോർഡൊക്കെ വെക്കുമ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോയി ഇതിൽ സെറ്റ് ചെയ്ത് ബോർഡ് നമ്മൾ ഫിക്സഡ് വെക്കുന്നതിന് പകരം നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനെ കണ്ടില്ലേ? ഇത് റിമോട്ടിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം കേട്ടോ. റിമോട്ടിലാണ് വർക്ക് ചെയ്യിക്കുക. അത് യൂണിറ്റ് മൊത്തം യൂണിറ്റിനുള്ളതും ഇത് സിംഗിൾ ആയിട്ടുള്ളതിനും. അപ്പോൾ നമുക്കിത് റിമോട്ടിൽ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം മൂപ്പര് വർക്ക് ചെയ്യിപ്പിച്ചതാണിത് ഈ റിമോട്ടിൽ. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ ഈ റിമോട്ട് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. കണ്ടില്ലേ? അതാ ഓഫാക്കി ഓണാക്കി. അപ്പോൾ നമുക്ക് റിമോട്ടിൽ എത്ര മീറ്റർ ഡിഫറൻറ്റിൽ കിട്ടും റിമോട്ട്? 100米我们就可以打开吗？没有那么远，那么远，就是10米左右。4米、 5米。 5 മീറ്റർ. 5 മീറ്ററൊക്കെ ഗ്യാപ്പ് കിട്ടും. ചിലത് 10 മീറ്റർ, ചിലത് 5 മീറ്റർ ഗ്യാപ്പിലുള്ള റിമോട്ടുകൾ നമുക്ക് കിട്ടും. അത്രയും ദൂരത്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മളെ ഫോണിൻ്റെ വൈഫൈ കപ്പാസിറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മളെ ബ്ലൂടൂത്തിൻ്റെ കപ്പാസിറ്റി എത്ര ഉണ്ടോ അത്രത്തോളം നമുക്ക് ഫോണിലും സെറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമുക്ക് പെൻഡ്രൈവ് കണ്ടില്ല നിങ്ങൾ? മെമ്മറി കാർഡ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ മെമ്മറി കാർഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം മെമ്മറി ഇത് ലാപ്ടോപ്പിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് വയർ കൊടുത്തിട്ട് അതൊക്കെ എന്തായാലും നടക്കും. മെമ്മറി കാർഡ് ഇതിൽ മെമ്മറി കാർഡ് റെക്കോർഡ് ചെയ്തിട്ട്, അതായത് മെമ്മറി കാർഡിൽ നമ്മളുള്ള സംഗതി ഇതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. മീൻസ് നമുക്കൊരു സിനിമ ഒക്കെ ഒരു മെമ്മറി കാർഡിൽ സിനിമ ഇടുകയെന്ന് വെച്ചോളൂ നിങ്ങൾ. ആ സിനിമ ഇങ്ങനെ ഇതിൻ്റെ അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LED-ൻ്റെ ഇതാണ് കേട്ടോ. കണ്ടോളി നിങ്ങൾ, അവന് ഊരുന്ന് കണ്ടോളി. കണ്ട ഇതേമാതിരി നമുക്ക് അയച്ചിട്ട് പാക്കിംഗ് ആട്ടോ അതുണ്ടാവുക ഈ സാധനം. അപ്പോൾ ഇതേമാതിരി സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നുള്ളൂ. 4 സ്റ്റിക്ക് വരും, റൗണ്ട് വരും ഇതേപോലെ. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നമുക്ക് കൈ കിട്ടുന്ന മെറ്റീരിയൽ ഇതാണ് കേട്ടോ. അടുത്തതൊക്കെ ടെക്നോളജിയാണ്. ഇതിൽ നമ്മൾ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവില്ല നമ്മളെ കയ്യിലുള്ള, അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കേട്ടോ. നമ്മളെ കയ്യിലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ
അതേപോലെ ഇത് ഫിറ്റും വർക്കിങ്ങും ആക്കി കഴിഞ്ഞാൽ നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിൽ കിട്ടും. അത് അത്ര സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അതാണ് കേട്ടോ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കയ്യിലുള്ളത്. അവിടെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ബ്ലൂടൂത്ത് ത്രൂവിൽ കണക്ട് ചെയ്തിട്ട് നമ്മളത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇതപ്പോൾ ബ്ലൂടൂത്തിൽ കണക്ട് ആയിട്ടോ കണ്ടോ? ആ ബ്ലൂടൂത്ത് സ്പീക്കറിലാണ് നമ്മൾ എന്ത് ത്രൂവിലാണ്? ബ്ലൂടൂത്ത് തന്നെയല്ലേ കണക്ട്? ആപ്പിൽ ആപ്പ് ത്രൂവിൽ നമുക്ക് ആ വർക്കിംഗ് അവിടെ നടക്കുമ്പോൾ ഇവിടെ ബ്ലൂടൂത്തിൽ വർക്കാവും അല്ലേ? ഓക്കെ ഓക്കെ, കണ്ടില്ല നിങ്ങൾ കേട്ടല്ലോ. ബ്ലൂടൂത്തിലോട്ടോ അപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിന് സ്ക്രീൻ അനുസരിച്ച് ചെറിയ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതന്നെ ആ റേറ്റിൻ്റെ ഒക്കെ ചോദിച്ചില്ലേ? ഗിവ് മീ ഗുഡ് റേറ്റ്. ഓക്കെ,我们给的就是好的价格了，因为我们现在，因为我们现在利润也很低，因为也有很多的小工厂，他们做的机器非常的差，但是他们价格很便宜，但是我们又要做很好的质量的产品，然后又要给你好的价格。你有做别的国家的？我们都有出，很多美国、欧洲。然后英国、西班牙，包括印度也有，也非常多。非常多。对，包括现在东南亚、新加坡、马来西亚都非常多。Okay. Competition market, you give good price, then only we can do. Okay. 很多人这里买东西，我们的家里客户买，我们。对呀，就是我们有很多客户啊，我们有很多客户去。അപ്പോൾ ഇത് ലാപ്ടോപ്പിൽ നമുക്ക് മൊബൈലിൽ എല്ലാത്തിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക, വൈഫൈയിൽ യൂസ് ചെയ്യുക, എല്ലാം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു കളർഫുൾ ടെക്നോളജിയാണ്, അതായത് ടെക്നോളജി അപ്ഡേഷൻസ് ആണ്. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ടും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സാധനം ചൈനത്തെ സംഗതി നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറി വിസിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ ടെക്നോളജീൻ്റെ വിസിറ്റുമായിട്ടാണ് നമ്മളിനി വരിക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. എന്നും എൻ്റെ കൂടെ ഉണ്ടാവുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ, അടുത്തൊരു ഫാക്ടറി വിസിറ്റ് കാണും വരെ ഇവിടെ അവസാനിക്കുകയാണ്. ബായ്.